Welcome to Bosco Campus Vision. Today we are discussing the subject Business Environment Policy of S3 BBA under Kerala University. And myself, Mary Neto, Assistant Professor from Department of Management, Don Bosco College, Kottayam. So today we can discuss the balance of last class portion. That is, last class we discussed the measures of monetary policy may be divided into two. That is, measures of expansion of credit and currency and measures for controlling of credit. And we discussed the 4 points regarding the measures of expansion of currency and credit. So these are the 4 points, that is, the vision of open market operation, liberalization of bill market scheme, financing facility to the priority sectors, refinancing and rediscounting facility. So these are the 4 points to be discussed in the last class. So in continuation with that, we can discuss the balance portions of measures for currency and credit expansion. So here is the balance portion, that is establishment of various financial institutions, deficit financing, anti-inflammatory fiscal policy, and the allocation of credit. Then the first is establishment of various financial institutions. So here we can say the Reserve Bank play a major role in the establishment of various financial institutions in the country. That is, Reserve Bank provide medium term or long term credit facility for development. അപ്പോൾ റിസർവ് ബാങ്ക് ഇവിടെ പറയുന്നത് എന്താണ്? റിസർവ് ബാങ്ക് നമ്മുടെ നാട്ടിലുള്ള ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരിലൂടെ എന്താണ് ചില മീഡിയം ടേം ലോങ് ടേം ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെ ബാങ്കുകളാണ്? നമുക്കറിയാവുന്ന ചില ബാങ്കുകളാണ് ICICI, IDBI, IFCI അല്ലെങ്കിൽ SFC, നബാർഡ് എന്നൊക്കെ പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി എന്താണ് റിസർവ് ബാങ്ക് മീഡിയം ടേം അല്ലെങ്കിൽ ലോങ് ടേം ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ICICI എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഏറ്റവും അധികം ബ്രാഞ്ചസ് ഉള്ളൊരു ബാങ്കാണ് അല്ലേ ICICI. പിന്നെ IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ IFCI എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതിനുശേഷം പറയുന്നത് എന്താണ്? SFC, അതായത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. പിന്നെ നബാർഡ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, അഗ്രികൾച്ചർ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നതാണ് നബാർഡ് എന്ന് പറയുന്നത്. അത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത്രയും ബാങ്കുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ രാജ്യത്തെ എന്താണ് കൂടുതൽ മീഡിയം ടേം അല്ലെങ്കിൽ ലോങ് ടേം ക്രെഡിറ്റ് ഫെസിലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. Clear with the point? And the sixth is deficit financing. It is a two-mark question, so prepare well. That is, what is deficit financing? So we can say that deficit അല്ലേ, ഒരു വേർഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവ് അല്ലെങ്കിൽ കമ്മി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ഒരു വരവിനെക്കാട്ടി ചിലവ് കൂടുന്ന ഒരു സിറ്റുവേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനെയാണ് നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. So to continuously increase the supply of money in the country, the Reserve Bank has adopted a system of deficit financing for ഫിനാൻസിങ് ദ ബഡ്ജറ്ററി ഡെഫിസിറ്റ് ഓഫ് ദി ഗവൺമെൻറ്. അതായത് ഒരു കണ്ടിന്യൂസ് ഇൻക്രീസ്, അതായത് നമ്മുടെ രാജ്യത്ത് അല്ലേ റിസർവ് ബാങ്ക് എന്താണ് മണി സപ്ലൈ എല്ലാം കൺട്രോൾ ചെയ്യുന്ന റിസർവ് ബാങ്കാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെല്ലാം തന്നെ ഓരോ വർഷവും എന്താണ് റിസർവ് ബാങ്ക് ആവശ്യത്തിലധികം മണി കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്താണ് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ ചിലവ്. ഇപ്പം ഒരു 50 crores ഒരു ബാങ്കിന് കൊടുക്കുകയാണെങ്കിൽ ഇയർ എൻഡിങ് ആകുമ്പോഴത്തേക്ക് എന്താണ് ഇത് ഡെഫിസിറ്റ് ആവുന്നു. കാരണം എന്താണ് വരവിനെക്കാട്ടി കൂടുതൽ ചിലവാണ് അവർ വരുത്തി വയ്ക്കുന്നത്. ആൻഡ് സോ ഫോർ ദിസ് ദി റിസർവ് ബാങ്ക് ഹാസ് മെയ്ഡ് ചേഞ്ചസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് റിസർവ് ബാങ്ക് ഈ റിസർവിനകത്ത് ചില ചേഞ്ചസ് വരുത്തുകയാണ്. സോ ദ റിസർവ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ദ മെയ്ഡ് ഓഫ് റിസർവ് സിസ്റ്റം മോർ ഫ്ലെക്സിബിൾ. അപ്പം ബാങ്കുകൾ എന്ത് ചെയ്യണം? റിസർവ് ബാങ്ക് കൊടുക്കുന്ന എമൗണ്ട് ഇപ്പോൾ ഒരു 50 crores ഒരു ബാങ്കിന് കൊടുക്കുകയാണെങ്കിൽ 15 ആൾക്കാരിലേക്ക് എത്തിക്കാതെ ഒരു 10 എങ്കിലും എന്താണ് റിസർവായിട്ട് സൂക്ഷിക്കുക. അപ്പം അത് ഫ്ലെക്സിബിളായിട്ട് എന്ത് ചെയ്യാൻ അവർക്കെടുത്ത് ഉപയോഗിക്കാൻ സഹായിക്കും. സോ ദ ചേഞ്ചസ് മെയ്ഡ് ബൈ റിസർവ് ബാങ്കർ. അപ്പോൾ എന്തൊക്കെയാണ് ആ ഡെഫിസിറ്റ് ഫിനാൻസിങ്? അല്ലാതെ ഈ വരവിനെക്കാട്ടി ചിലവ് കൂടുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് റിസർവ് ബാങ്ക് കണ്ടെത്തിയ ചില പ്രൊപ്പോർഷൻസ് എന്തൊക്കെയാണ്? ദ പ്രൊപ്പോർഷണറി റിസർവ് സിസ്റ്റം വിച്ച് റിക്വയർ കീപ്പിംഗ് 40% റിസർവ് ഇൻ ദി ഗോൾഡ്. അപ്പം ഗോൾഡിൻ്റെ കാര്യത്തിൽ എന്താണ്
40% റിസർവ് ബാങ്കുകൾ വെച്ചിരിക്കുക. ആൻഡ് ഫോറിൻ സെക്യൂരിറ്റി വെർ ഡ്രോപ്പ് ബൈ ദി റിസർവ്. അപ്പം ഒരു പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ബാങ്കിൻ്റെ കേസിൽ ഇല്ലേ, ഒരു 40% റിസർവ്. ഇപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിലും ഒരു മാസം നമുക്കൊരു ശമ്പളം കിട്ടും, ഒരു വരുമാന മാർഗ്ഗം ഉണ്ടെങ്കിൽ ആ വരുമാനത്തിൻ്റെ ഫുള്ള് നമ്മളെടുത്ത് ചിലവാക്കത്തില്ല. കുറച്ചെങ്കിലും നമ്മളൊരു സേവിങ്സിനോ അല്ലെങ്കിൽ റിസർവ് മണി, പെട്ടെന്നൊരു അസുഖം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ നമ്മൾ റിസർവ് മണി മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ അതുപോലെയാണ് റിസർവ് ബാങ്ക് പറയുന്നത് എന്താണ്, ഒരു റിസർവായിട്ട്, അതായത് ഗോൾഡ് അല്ലെങ്കിൽ ഫോറിൻ സെക്യൂരിറ്റിൻ്റെ കേസിൽ ഒരു 40% റിസർവ് നമ്മൾ എടുത്തു വയ്ക്കുക. The minimum reserve system has been modified by the Reserve Bank. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു മിനിമം റിസർവ് ഇത്രയെങ്കിലും ഒരു ബാങ്കിന് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിനെ അവർ മോഡിഫൈ ചെയ്തു. അതായത് തീരെ അല്ല എങ്കിലും ഒരു മിനിമം ലെവലെങ്കിലും മാക്സിമം അല്ല, അവർ പറയുന്നത് എന്താണ്, മിനിമം ഇത്രയെങ്കിലും റിസർവ് ഒരു എമൗണ്ട് ബാങ്കിൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ ഒരു ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, വരവിനെക്കാട്ടി കൂടുതൽ ചിലവ് വരുന്നൊരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്താണ് ഡെഫിസിറ്റ് എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ മണി സപ്ലൈയിൽ ഒരു കൺട്രോൾ, അതാണ് ശരിക്കും റിസർവ് ബാങ്ക് ഒരു ഡെഫിസിറ്റ് ഫിനാൻസിങ്ങിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ വിത്ത് ദി പോയിന്റ്? ആൻഡ് ദി നെക്സ്റ്റ് ഈസ് anti-inflammatory fiscal policy. So here the anti-inflationary fiscal policy means that in the 7-5-year plan it was proposed that there should be an anti-inflationary fiscal policy in place of anti-inflationary monetary policy. So this plan laid much emphasis on the positive, promotional and expansionary role of the monetary policy. So in the 7th plan, the amount of deficit financing given by the Reserve Bank to the government had been fixed at a minimum level, so which was just sufficient to generate the additional money supply needed to meet expected increase in the demand for money. So if such a fiscal policy continues, this will relieve the Reserve Bank of its anti-inflationary responsibility, so that it can pay more attention to the provision of credit facility for the development of trade, industry and commerce in the country. സോ ഇത് 7-5-year പ്ലാൻ അല്ലേ, നമുക്കറിയാം 5-year പ്ലാൻസിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇപ്പോൾ 5-year പ്ലാൻസ് ഇല്ല, അതിൽ പറയുന്നത് എന്താണ്, ഒരു റാപ്പിഡ് ഗ്രോത്ത് ആണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് പ്രിഫർ ദേ ഷുഡ് ബി ആൻ ആൻറ്റി ഇൻഫ്ലേഷണറി ഫിസിക്കൽ പോളിസി റിപ്ലേസ് ഓഫ് മോണിറ്ററി പോളിസി. എന്താണ്, ഒരു മോണിറ്ററി പോളിസിയിൽ നിന്നില്ല, അല്ലെങ്കിൽ ആ ഒരു 7th-5-year പ്ലാൻ ഇല്ല, അതിനകത്ത് പറഞ്ഞത് എന്താണ്, ഒരു ആൻറ്റി ഇൻഫ്ലേഷണറി ഫിസിക്കൽ പോളിസി ഇൻ ദ പ്ലേസ് ഓഫ് anti-monetary policy. So it must emphasis on the positive, promotional and expansionary role of the monetary policy. അപ്പം ഈ ഒരു ഓപ്ഷൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു മോണിറ്ററി പോളിസിയെ മാക്സിമം പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ, ഒരു എക്സ്പാൻഷനറി ക്രെഡിറ്റ് ആൻഡ് കറൻസിയിലേക്ക് കൂടുതൽ ഈ പോളിസി നമ്മൾ മോണിറ്ററി പോളിസിയെ കൊണ്ട് എത്തിക്കുക. And so the amount of deficit finance given by the Reserve Bank to the government has been fixed a minimum level. അതുകൊണ്ട് തന്നെ എന്താണ്, ആ കാലഘട്ടത്തിൽ ഒരു ഡെഫിസിറ്റ് ഫിനാൻസിങ് അല്ലെങ്കിൽ വരവിനെക്കാട്ടി ചിലവ് എന്ന് പറയുന്നൊരു അല്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുന്ന റിസർവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഗവൺമെൻറ്റിന് റിസർവ് ബാങ്ക് കൊടുത്തിട്ട് മിനിമം ലെവൽ മാത്രമായിരുന്നു. അതെന്തിനു വേണ്ടിയുള്ളതെന്ന്, ഇറ്റ് വാസ് ജസ്റ്റ് സഫിഷ്യൻറ്റ് ടു ജനറേറ്റ് അഡീഷണൽ മണീസ്. അതൊരു മിനിമത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്താണ്, അത്യാവശ്യത്തിന് മാത്രം എന്താണ് ഒരു അഡീഷണൽ മണി സപ്ലൈ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മണിയുടെ ഡിമാൻഡ് വരുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് ആ എമൗണ്ട് എടുത്ത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസർവ് അവരിവിടെ കൊടുത്തിരുന്നത്. If such a fiscal policy continues, this will relieve the Reserve Bank ആൻറ്റി ഇൻഫ്ലേഷൻ റെസ്പോണ്ട്. അപ്പം ആ പഴയ ഫിസിക്കൽ പോളിസി അങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു റിസർവ് ബാങ്ക് എന്ത് ചെയ്യും, ഒരു ആൻറ്റി ഇൻഫ്ലേഷണറി റെസ്പോൺസിബിലിറ്റിയും കൂടെ ഏറ്റെടുത്തുകൊണ്ട് ദേ ക്യാൻ പേ മോർ അറ്റൻഷൻ ടു ദി പ്രൊവിഷൻ ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റി. അപ്പം റിസർവ് ബാങ്കിന് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ കടത്തിന് പൈസ കൊടുക്കുക എന്ന് പറയുന്നൊരു ഓപ്ഷനിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുകയും ദ ഡെവലപ്മെൻറ്റ് ഓഫ് അതുവഴി എന്താണ് നമ്മുടെ ട്രേഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി, കൊമേഴ്സ്, നമ്മുടെ രാജ്യത്തിൻ്റെ വ്യാപാര വ്യവസായ കാര്യത്തിൽ കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഇതിനെ തടയാൻ അല്ലെങ്കിൽ അതൊരു മുന്നോടിയായിട്ട് റിസർവ് ബാങ്കിന് എന്ത് ചെയ്യാം,
ഇന്നേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു പ്രൊവിഷനാണ് ശരിക്കും ആ ഫിസിക്കൽ പോളിസി കൊണ്ട് അവർ അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും തമ്മിൽ അവർ മിക്സപ്പ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ അവർ എന്ത് ചെയ്യുന്നത്, കുറേ കൂടെ ഒന്ന് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി അവർ പറയുന്നത് എന്താണ്, ദേ ഷുഡ് ബി ആൻ ആൻറ്റി ഇൻഫ്ലേഷറി പോളിസി ഇൻ ദ പ്ലേസ് ഓഫ് ഒരു മോണിറ്ററി പോളിസി ഉണ്ടായിട്ട് പോലും അവരെന്താണ് ഒരു ഫിസിക്കൽ പോളിസി ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്താണ് ആ സമയത്ത് നമ്മുടെ രാജ്യത്തെ ട്രേഡ് അല്ലെങ്കിൽ ബിസിനസ് ഇതൊക്കെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അത് ചെയ്തത്. And the last is allocation of credit. Here, according to this measure, the allocation of credit will be done in accordance with the priorities laid down in the plans. That is, still the major part of the credit policy goes to the public sector, though the statutory requirements and the other means. And so, for the priority sector, a certain minimum of credit at the concessional rate of interest is ensured, and those selective credit control and differential rate of interest scheme is available. So the Reserve Bank, you can say that the Reserve Bank does not give credit to the private industries directly. These industries can get credit facility through the public financial institution. That is, we already discussed some institutionals, that is ICICI, IDBI or NABARD or like other institutions. So private industries can avail their credit facility to the public financial institution. The Reserve Bank doesn't give their finance directly to the private industries. So the allocation of credit means that here the priority sector have certain minimum of credit at a concessional rate of interest. നമ്മൾ ആദ്യമേ പറഞ്ഞു വരുന്നു അല്ലേ, മെജോറിറ്റി ബഡ്ജറ്റിൻ്റെ കേസിൽ വരുമ്പോൾ മെജോറിറ്റി പോർഷനും പബ്ലിക് സെക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രൈവറ്റ് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ പ്രയോറിറ്റി കേസ്, അതായത് സ്മോൾ സ്കെയിൽ സെക്ടേഴ്സോ അല്ലെങ്കിൽ എന്താണ് വില്ലേജ് ഇൻഡസ്ട്രീസ് അങ്ങനെയൊക്കെ ഉള്ള വരുന്നവർക്കാണ്, അല്ലെങ്കിൽ റൂറൽ ബിസിനസ് അങ്ങനെയൊക്കെയുള്ള മേഖലയ്ക്കാണ് ചിലപ്പം എന്താണ് ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈലബിൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയാണ് ഇവിടെ അലോക്കേഷൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴും എന്താണ് ചില മേഖലകൾക്ക് മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ തന്നെ എന്താണ് റിസർവ് ബാങ്ക് ഒരിക്കലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നേരിട്ട് പൈസ കൊടുക്കാറില്ല. അപ്പോൾ അവർക്ക് ക്രെഡിറ്റ് അവൈലബിൾ ആക്കുന്നത് എങ്ങനെയാണ്, മീഡിയം ടേം ലോങ് ടേം ക്രെഡിറ്റ്സ് അവർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി മാത്രമേ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി മാത്രമാണ് ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ക്രെഡിറ്റ്സ് അവൈലബിൾ ആക്കേണ്ടത്. അപ്പം റിസർവ് ബാങ്ക് നേരിട്ട് പൈസ കൊടുക്കുന്ന ഒരേ ഒരു പാർട്ടി ആരാണ്, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രയോറിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടേഴ്സിൽ നിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ നേരിട്ട് എന്ത് ചെയ്യൂ, റിസർവ് ബാങ്ക് മണി പ്രൊവൈഡ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി സെക്ടേഴ്സിന് അവരെന്താണ് ഒരു മിനിമം സ്മോൾ സ്കെയിൽ സെക്ടേഴ്സ് അവരൊക്കെ പ്രൈവറ്റ് ഏരിയാസാണ്, പക്ഷേ അവിടെയെല്ലാം ഒരു കൺസെഷണൽ റേറ്റിൽ ക്രെഡിറ്റ് കൺട്രോൾസ് അല്ലെങ്കിൽ അവർക്ക് അല്ലേ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് മണി എടുക്കുമ്പോൾ അതിവിടെ കൺസെഷൻ റേറ്റ്സിനോ അല്ലെങ്കിൽ സബ്സിഡിയിലോ ടാക്സ് എക്സംഷൻസോ അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് റിസർവ് ബാങ്ക് അവരെ സഹായിക്കാറുണ്ട്. So these are the measures for currency and credit expansion. I hope you all understood the portion. This is a very dry subject, so read more and prepare notes regarding these portions. So what are the measures of monetary policy means that to achieve the above mentioned objectives, or last class we discussed the objectives of monetary policy. So in continuation with that today we discuss the measures of monetary policy. That is, it may be divided into two, that is measures for expansion of currency and credit and measures for controlling of credit. And we discussed the measures of currency and credit expansion, and we discussed the 8 measures regarding the currency and credit expansion. So prepare well, study well. Thank you.